നമസ്കാരം. 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് എന്ന പാഠം തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും കണ്ടിന്യൂ ചെയ്യുന്നത്. വാലൻസി അഥവാ സംയോജകത എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് അവയുടെ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ തരം കെമിക്കൽ ബോണ്ടിങ് ആണ് നമ്മൾ പഠിച്ചത്? അയണിക് ബോണ്ടിങ്ങും കോവാലന്റ് ബോണ്ടിങ്ങും. അയണിക് ബോണ്ടിങ്ങിൽ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്, അല്ലേ? ഇലക്ട്രോൺ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അയണിക് ബോണ്ടിങ്ങിൽ നടക്കുന്നത്. കോവാലന്റ് ബോണ്ടിങ്ങിലാണെങ്കിൽ ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. മൂലകങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് സ്ഥിരത കൈവരിക്കുന്നു. അവ സംയോജിക്കുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടത്തുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ സംയോജകത. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ സംയോജകത എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡിൻ്റെ രൂപീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂലകങ്ങളുടെ സംയോജകത എത്രയാണ്? അപ്പോൾ 1 ഈ രണ്ട് മൂലകത്തിൻ്റെയും സംയോജകത. സോഡിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 7 ഇലക്ട്രോണുകൾ കൂടെ വേണം. പക്ഷേ ഈ 7 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതിനേക്കാൾ എളുപ്പം ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ക്ലോറിൻ ആണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണുള്ളത്. ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടിയാൽ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. 7 എണ്ണത്തിനെ വിട്ടുകൊടുക്കുന്നതിലും നല്ലത് ആ ഒരെണ്ണത്തിനെ സ്വീകരിച്ച് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ രൂപീകരണം നമുക്കൊന്ന് നോക്കാം. മെഗ്നീഷ്യം Mg12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണുള്ളത്. 6 എണ്ണത്തിനെയും കൂടെ കിട്ടിയാൽ അതിന് 288 എന്ന ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ എത്താൻ സാധിക്കും. പക്ഷേ ഈ 6 എണ്ണത്തിനെ സ്വീകരിക്കുന്നതിലും നല്ലത് ഉള്ള 2 എണ്ണത്തിനെ വിട്ടുകൊടുക്കുന്നതാണ്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി സംയോജകത എത്രയാണ്? 2 ആണ്. ഇനി ഓക്സിജൻ O8 ആണ്. 8 ആണ് അറ്റോമിക് നമ്പർ. 26 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവിടെ 2 ഇലക്ട്രോണുകളെ കൂടെ കിട്ടിയെന്നാൽ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ 6 എണ്ണത്തിന് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ എളുപ്പം 2 എണ്ണത്തിന് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ സ്വീകരിച്ച ഇലക്ട്രോണുകളുടെ എണ്ണം 2, വാലൻസി അഥവാ സംയോജകത 2. ഇവയുടെ സംയോജകതയും ഇലക്ട്രോൺ കൈമാറ്റവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൈമാറിയ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. സംയോജകത അതുകൊണ്ട് 2 തന്നെ. രണ്ടും സെയിം തന്നെ, അല്ലേ? സോഡിയം ക്ലോറൈഡിലായാലും മെഗ്നീഷ്യം ഓക്സൈഡിലായാലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടത് അയണിക് ബോണ്ടിങ്ങിന് എക്സാമ്പിൾസ് ആണ് അവ രണ്ടും. അടുത്തത് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ രൂപീകരണമാണ്. അവിടെ ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്. അതിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ Cl17. അപ്പോൾ 7 ഇലക്ട്രോണാണുള്ളത്. ഒരെണ്ണത്തിന് അതിന് ആവശ്യമുണ്ട്. അപ്പോൾ ക്ലോറിനും ഹൈഡ്രജനും അടുത്തടുത്ത് വരുമ്പോൾ അവയുടെ ഓരോ ഇലക്ട്രോണുകളെ വീതം അവ പരസ്പരം ഷെയർ ചെയ്തിട്ട് അവയുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് രൂപീകരണത്തിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം 1 ആണ്. ഓരോ ആറ്റത്തിൻ്റെയും സംയോജകതയും 1 തന്നെ. രണ്ടുപേരും ഓരോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തതുകൊണ്ട് അവയുടെ സംയോജകത 1. അപ്പോൾ ഇവിടെ ഷെയറിങ് നടന്നുകൊണ്ട് ഇത് ഏത് തരം ബോണ്ടിങ് ആണ്? കോവാലം ബോണ്ടിങ്ങിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. നമുക്കിനൊരു ബോക്സ് കൊടുത്തിരിക്കുന്നത് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് സംയുക്തങ്ങളാണ്. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിലെ ഘടക മൂലകങ്ങൾ എന്ന് പറയുന്നത് സോഡിയവും ക്ലോറിനുമാണ്. ഇതിൽ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 1. ഇവിടെ 7 ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞെന്നാൽ സോഡിയത്തിന് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 7 എണ്ണത്തിനെ സ്വീകരിക്കുന്നതിലും നല്ലത് എളുപ്പം എന്ന് പറയുന്നത് ഒരെണ്ണത്തിനെ വിട്ടുകൊടുക്കുന്നതാണ്. അതേ വാല്യൂ തന്നെയാണ് അതിൻ്റെ സംയോജകത എന്ന് പറയുന്നതും, അഥവാ വാലൻസി, അതും 1 തന്നെയാണ്. ആ ബോക്സിലെ കോളം നോക്കുക.
കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ സംയോജകത 1 തന്നെ. ക്ലോറിൻ ആണ് മറ്റൊരു ഘടകം. അതിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 7. ക്ലോറിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 7 ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുന്നതിലും എളുപ്പം ആ ഒരെണ്ണത്തിനെ സ്വീകരിക്കുന്നതാണ്. അവിടെ കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. സംയോജകത 1. അടുത്തത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഘടകമൂലകങ്ങൾ മഗ്നീഷ്യവും ഓക്സിജനുമാണ്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12, ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. സംയോജകത 2. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 6. ഓക്സിജൻ്റെ കേസിൽ കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. സംയോജകത 2. അടുത്തത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ്. ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും ഫ്ലൂറിനുമാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഇലക്ട്രോൺ വിന്യാസം 1 തന്നെ. കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും 1. സംയോജകത 1. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 7. ഇവിടെ കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. സംയോജകതയും 1. ഇനി കാർബൺ ടെട്രാക്ലോറൈഡ് CCl4. അതിലെ ഘടകമൂലകങ്ങൾ കാർബണും ക്ലോറിനുമാണ്. അറ്റോമിക് നമ്പർ കാർബണിൻ്റെത് 6 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 4. കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. സംയോജകത 4. അടുത്തത് ക്ലോറിൻ. അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 7. കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 1. സംയോജകതയും 1. ഇവിടെ അവസാനത്തെ 2 കോളങ്ങൾ ശ്രദ്ധിക്കുക. കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന കോളവും സംയോജകതയുടെ കോളവും നോക്കുക. അതിൽ രണ്ടിൻ്റെയും വാല്യൂസ് സെയിം തന്നെയാണ് അല്ലേ. 2 കോളവും കമ്പയർ ചെയ്ത് നോക്കിയാൽ അവിടെയുള്ള വാല്യൂസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം കൈമാറ്റം ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് എന്ത്? സംയോജകത അഥവാ വാലൻസി. ഇനി നമുക്ക് രാസസൂത്രത്തിലേക്ക് എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഒരു രാസസൂത്രം നമ്മൾ എഴുതുക? എക്സാമ്പിൾ നോക്കാം. മഗ്നീഷ്യം Mg12, ക്ലോറിൻ Cl17. ഇവ തങ്ങളിൽ കൂടി ചേരുന്നു എന്ന് നമ്മൾ കരുതുക. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. മഗ്നീഷ്യത്തിന് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 6 ഇലക്ട്രോണുകളെ കൂടെ കിട്ടണം. അങ്ങനെ 6 എണ്ണത്തിനെ സ്വീകരിക്കുന്നതിനേക്കാൾ എളുപ്പം ഉള്ള 2 എണ്ണത്തിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് വിട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് 2 ആണ് മഗ്നീഷ്യത്തിൻ്റെ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ക്ലോറിൻ എടുത്താൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 7. വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടുത്തെ കേസിൽ ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് കൂടെ സ്വീകരിച്ചാൽ ക്ലോറിൻ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 7 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതിനെക്കാട്ടിലും അതിന് സൗകര്യം ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ സ്വീകരിച്ച ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഇവിടെ നോക്കുക, മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്. പക്ഷെ സ്വീകരിക്കാൻ ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ. ഒരു ക്ലോറിൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കേണ്ടതുള്ളൂ. അപ്പോൾ മഗ്നീഷ്യം വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ എത്ര ക്ലോറിൻ ആറ്റങ്ങൾ ആവശ്യമുണ്ട്? 2 ക്ലോറിൻ ആറ്റങ്ങൾ ഇവിടെ ആവശ്യമുണ്ട് 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ ആ തന്മാത്രയിൽ ഒരു മഗ്നീഷ്യം ആറ്റവും 2 ക്ലോറിൻ ആറ്റങ്ങളുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ രാസസൂത്രം MgCl2 എന്നാണ്. മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ ഒരു മഗ്നീഷ്യം ആറ്റവും 2 ക്ലോറിൻ ആറ്റവുമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ രാസസൂത്രം MgCl2. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്താണ് രാസസൂത്രം. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്താണ് രാസസൂത്രം എന്ന് പറയുന്നത്. അലൂമിനിയം ഫ്ലൂറിനുമായി സംയോജിച്ച് അലൂമിനിയം ഫ്ലൂറൈഡ് ഉണ്ടാകുന്ന വിധം നോക്കാം. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 3.
ഇപ്പോൾ 3 ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. 8 തികയ്ക്കാൻ വേണ്ടിയിട്ട് 5 എണ്ണത്തിന് കൂടെ ആവശ്യമുണ്ടല്ലേ. ഈ 5 എണ്ണത്തിന് സ്വീകരിക്കുന്നതിനേക്കാൾ എളുപ്പം അവസാനത്തെ ഷെല്ലിലുള്ള 3 എണ്ണത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അപ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. ഇനി ഫ്ലൂറിൻ മൂലകമാണെങ്കിൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 7. ഒരു ഇലക്ട്രോണിനെ കൂടെ സ്വീകരിച്ചെന്നാൽ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്നതിനേക്കാട്ടിലും എളുപ്പം ഒരെണ്ണത്തിനെ കൂടെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ സ്വീകരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അലൂമിനിയം ഇവിടെ 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നുണ്ട്. അലൂമിനിയം വിട്ടുകൊടുക്കുന്ന 3 ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ എത്ര ഫ്ലൂറിൻ ആറ്റങ്ങൾ ആവശ്യമുണ്ട്? 3 ഫ്ലൂറിൻ ആറ്റങ്ങൾ വേണമല്ലേ. ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണുള്ളത്. ഒരു ഇലക്ട്രോണിനെയും കൂടി അതിന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണിനെ കൂടി അതിന് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അലൂമിനിയം കൊടുക്കുന്ന 3 ഇലക്ട്രോണുകളെ സ്വീകരിക്കണമെങ്കിൽ അവിടെ 3 ഫ്ലൂറിൻ ആറ്റങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ അലൂമിനിയം ഫ്ലൂറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? AlF3. കുറച്ച് സംയുക്തങ്ങൾ തന്നിട്ട് അവയുടെ രാസസൂത്രം എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോഡിയം ഓക്സൈഡ്, അലൂമിനിയം ക്ലോറൈഡ്, അലൂമിനിയം ഓക്സൈഡ്. ഇതിൻ്റെ രാസസൂത്രം എങ്ങനെയാണ് എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം അതിനാവശ്യമായിട്ടുള്ള എലമെൻറ്റുകളും അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസി ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1. വാലൻസി 1 ആണ്. ഇവിടെ ഷെയർ ചെയ്യുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് അതാണ് അതിൻ്റെ വാലൻസി. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. ഇവിടെ 6 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ എളുപ്പം 2 എണ്ണത്തിനെയും കൂടെ സ്വീകരിച്ച് ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. ഷെയറിങ്ങും ആകാം. അപ്പോൾ അടുത്ത എലമെൻ്റാണ് അലൂമിനിയം. അതിൻ്റെ ആറ്റോമിക് നമ്പർ 13 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 3. ഇവിടെയും 5 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതിലും എളുപ്പം 3 എണ്ണത്തിനെ വിട്ടുകൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ വാലൻസി 3 ആണ്. അടുത്ത എലമെൻറ്റ് ക്ലോറിൻ ആണ്. ആറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. ഇവിടെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ വാലൻസി 1 ആണ്. ഷെയറിങ്ങും ആവാം. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞാണ് പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 18 മൂലകങ്ങളെ അവയുടെ ഓർഡറിൽ തന്നെ പഠിച്ച് വെക്കണമെന്ന്. എങ്കിലും നമുക്ക് ഈ അറ്റോമിക് നമ്പർ നോക്കിയെടുക്കാൻ പറ്റുള്ളൂ, ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വാലൻസിയും ഒക്കെ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് 1 സോഡിയം ഓക്സൈഡ്. സോഡിയത്തിൻ്റെ വാലൻസി 1 ആണെന്ന് പഠിച്ചു. ഓക്സിജൻ്റെത് 2. ഇവിടെ ഓക്സിജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സോഡിയത്തിന് കൊടുക്കാൻ ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്സിജന് 2 ഇലക്ട്രോണിനെ വേണം. അപ്പോൾ ഓക്സിജൻ എന്താ ചെയ്യേണ്ടത്? 2 സോഡിയം ആറ്റവുമായിട്ട് കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടണം. അപ്പോൾ Na2O എന്ന് വരും സോഡിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല. അടുത്തത് അലൂമിനിയം ക്ലോറൈഡ് ആണ്. അലൂമിനിയത്തിൻ്റെ വാലൻസി 3, ക്ലോറിൻ്റെ വാലൻസി 1. ഇവിടെ അലൂമിനിയം 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോറിൻ ആണെങ്കിലോ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കത്തുള്ളൂ. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണിനെയും കൂടെ ഉൾക്കൊള്ളാനുള്ള വേക്കൻസിയേ ഉള്ളൂ. അലൂമിനിയം വിട്ടുകൊടുക്കുന്ന 3 ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ അവിടെ 3 ക്ലോറിൻ ആറ്റങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അലൂമിനിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ വരും? AlCl3 എന്ന് വരും. അടുത്തത് അലൂമിനിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അലൂമിനിയത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. ഓക്സിജൻ്റെ വാലൻസി 2. ഇവിടെ അലൂമിനിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്സിജൻ ആണെങ്കിലോ 2 എണ്ണത്തിന് സ്വീകരിക്കാനേ പറ്റുള്ളൂ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെയും കൂടെ സ്വീകരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസിൽ കെമിക്കൽ ഫോർമുല ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. അലൂമിനിയം ഓക്സൈഡ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കെമിക്കൽ ഫോർമുല ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ ഘടകമൂലകങ്ങൾ അഥവാ കോൺസ്റ്റുവൻറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇവിടെ അലൂമിനിയം ഓക്സൈഡ് ആണ്. ഇവിടുത്തെ കോൺസ്റ്റുവൻറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അലൂമിനിയവും ഓക്സിജനുമാണ്. സെക്കൻഡ് സ്റ്റെപ്പാണ് സംയോജകത അഥവാ വാലൻസി. അലൂമിനിയത്തിൻ്റെ വാലൻസി എത്രയാണ്? 3. ഓക്സിജൻ്റെ വാലൻസി 2. അപ്പോൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഘടകമൂലകങ്ങളുടെ സംയോജകതയാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പിൽ. ഇനി തേർഡ് സ്റ്റെപ്പിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം കണ്ടുപിടിക്കണം. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകത്തിൻ്റെ പ്രതീകം ആദ്യം വരുന്ന വിധത്തിൽ ഘടകമൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്ത് എഴുതുക.
അലൂമിനിയം ഓക്സൈഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം അലൂമിനിയമാണ്. അപ്പോൾ ആദ്യം അലൂമിനിയം എഴുതിയതിന് ശേഷം ഓക്സിജൻ അതിനോട് ചേർത്ത് തന്നെ എഴുതുക. AlO എന്നാണ് നമുക്ക് ആദ്യം എഴുതാൻ കിട്ടുക. ഫോർത്ത് സ്റ്റെപ്പ്, ഓരോ മൂലകത്തിൻ്റെയും സംയോജകതകൾ പരസ്പരം മാറ്റി പദാംഗമായി എഴുതുക. ഓരോ മൂലകത്തിൻ്റെയും വാലൻസി എന്ത് ചെയ്യണം? പരസ്പരം മാറ്റി എഴുതണം. അതായത് അലൂമിനിയത്തിൻ്റെ വാലൻസി 3 ആയിരുന്നു, അത് ഓക്സിജൻ്റെ സഫിക്സിൽ എഴുതുക. ഓക്സിജൻ്റെ വാലൻസി 2 ആയിരുന്നു, അത് അലൂമിനിയത്തിൻ്റെ സഫിക്സിൽ എഴുതുക. അപ്പോൾ അലൂമിനിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Al2O3 എന്ന് കിട്ടും. അടുത്ത നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിലെ ഘടക മൂലകങ്ങൾ അഥവാ കോൺസ്റ്റുവൻറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബണും ഓക്സിജനുമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഘടക മൂലകങ്ങൾ അഥവാ കോൺസ്റ്റുവൻറ്റ് എലമെൻറ്റ്സ് കണ്ടുപിടിച്ചെഴുതുക എന്നുള്ളത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, കാർബണിൻ്റെ സംയോജകത 4 ഓക്സിജൻ്റെത് 2. അപ്പോൾ C2O4 എന്ന് നമുക്ക് എഴുതാം അല്ലേ. കാർബണിൻ്റെ സംയോജകത ഓക്സിജനും എഴുതാം, ഓക്സിജൻ്റെ സംയോജകത കാർബണിനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. ഈ ഘടക മൂലകങ്ങളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ആദ്യം എഴുതുക എന്നുള്ളതാണ്. ഇവിടുത്തെ കേസിൽ കാർബൺ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജനെക്കാട്ടിലും കുറവ്, അതുകൊണ്ട് കാർബൺ ആദ്യം എഴുതുക. സഫിക്സിൽ വരുന്ന നമ്പേഴ്സ് 2ഉം 4ഉം ആണ്. അതിലെ പൊതു ഘടകം 2 ആണ് അല്ലേ. അപ്പോൾ ഈ 2 കൊണ്ട് നമുക്ക് 2നെയും 4നെയും ഒന്ന് ഹരിക്കാം. ഹരിച്ച് കിട്ടുന്ന ഉത്തരമാണ് അതിൻ്റെ ശരിക്കുള്ള കെമിക്കൽ ഫോർമുല. C2O4ലെ പൊതുഘടകം 2 ആണ്. ആ 2 കൊണ്ട് കാർബണിൻ്റെ 2നെ ഡിവൈഡ് ചെയ്യുന്നു, ഓക്സിജൻ്റെ 4നെ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് C2/2O 4/2 എന്ന് വരും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ C1O2 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ പദാംഗം 1 ആണെങ്കിൽ രേഖപ്പെടുത്തേണ്ടതില്ല, അതുകൊണ്ട് C1O2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CO2. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല CO2 ആണ്. നമുക്കൊരു ടേബിൾ നോക്കാം. കുറച്ച് കോൺസ്റ്റുവൻറ്റ് എലമെൻസും അതിൽ നിന്നുണ്ടാവുന്ന കോമ്പൗണ്ട്സുകളും തന്നിട്ടുണ്ട്. ആദ്യത്തേത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ സംയോജകത 1. അടുത്തത് ഓക്സിജൻ, സംയോജകത 2. ഇവ രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടാണ് പൊട്ടാസ്യം ഓക്സൈഡ്. അതിൻ്റെ രാസസൂത്രം നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റർചേഞ്ച് ചെയ്യണം സംയോജകത അല്ലേ. പൊട്ടാസ്യത്തിൻ്റെ സംയോജകത ഓക്സിജൻ്റെ സഫിക്സിലും എഴുതണം, ഓക്സിജൻ്റെ സംയോജകത പൊട്ടാസ്യത്തിൻ്റെ സഫിക്സിലും എഴുതണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഉത്തരം K2O എന്ന് കിട്ടും. ഇനി സിങ്ക് എടുത്താലോ? സംയോജകത 2, ബ്രോമിൻ്റെ സംയോജകത 1. അപ്പോൾ സിങ്ക് ബ്രോമൈഡ് എന്നുള്ള കോമ്പൗണ്ടാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ ZnBr2. ഓക്കെ, സിങ്കിൻ്റെ 2 എന്നുള്ള വാലൻസി നമ്മൾ ആരുടെ സഫിക്സിൽ എഴുതണം? ബ്രോമിൻ്റെ സഫിക്സിൽ എഴുതണം. അടുത്തത് കാർബൺ ആണ്. കാർബണിൻ്റെ സംയോജകത 4. ക്ലോറിൻ്റെ സംയോജകത 1. ഇവ രണ്ടും കൂടെ ചേർന്നിട്ട് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്ന സംയുക്തമാണ് ഉണ്ടാകുന്നത്. ഇവിടെ കാർബണിൻ്റെ 4 എന്ന് പറയുന്ന വാലൻസ് നമ്മൾ ക്ലോറിൻ്റെ സഫിക്സിലാണ് എഴുതി കൊടുക്കുക. അപ്പോൾ CCl4 എന്നാണ് എൻ്റെ കെമിക്കൽ ഫോർമുല വരിക. ഇനി മെഗ്നീഷ്യത്തിൻ്റെ സംയോജകത 2, ഫ്ലൂറിൻ്റെ സംയോജകത 1. അപ്പോൾ മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് MgF2 ആണ്. മെഗ്നീഷ്യത്തിൻ്റെ സംയോജകത 1. സംയോജകത 1 ആണെങ്കിൽ നമ്മളത് എഴുതില്ല, അതുകൊണ്ടാണ് മെഗ്നീഷ്യത്തിൻ്റെ താഴെ 1 എന്ന് പ്രത്യേകം എടുത്ത് എഴുതാത്തത്. അടുത്തത് കുറച്ച് മൂലകങ്ങളും അവയുടെ സംയോജകതയും കറക്റ്റ് ഓർഡറിൽ അവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ 4 സംയുക്തങ്ങൾ ഉണ്ടാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഓക്സിജൻ്റെ സംയോജകത 2 എന്നറിയാം, ക്ലോറിൻ്റെ 1, ലിഥിയം 1, സിങ്ക് 2. അപ്പോൾ സിങ്ക് ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ സിങ്കിൻ്റെ സംയോജകത 2, ക്ലോറിൻ്റെത് 1. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ZnCl2 സിങ്കിൻ്റെ സംയോജകത ക്ലോറിന് എഴുതി കൊടുക്കുക. അടുത്തത് സിങ്ക് ഓക്സൈഡ് ആണ്. ZnO സിങ്കിൻ്റെതും 2 ആണ്, ഓക്സിജൻ്റെതും 2 ആണ്. പൊതു ഘടകമാണ് രണ്ടും അല്ലേ. അപ്പോൾ 2 കൊണ്ടങ്ങ് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ZnO എന്ന് കിട്ടും. അടുത്തത് ലിഥിയം ക്ലോറൈഡ് ആണ്. ലിഥിയത്തിൻ്റെ സംയോജകത 1 തന്നെ, ക്ലോറിൻ്റെതും 1 തന്നെ. പ്രത്യേകിച്ച് ഇൻ്റർചേഞ്ച് ചെയ്താലും 1 തന്നെയാണ് വരിക, അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതേണ്ടതില്ല. അപ്പോൾ LiCl എന്ന് തന്നെ എഴുതിയാൽ മതി. അടുത്തത് ലിഥിയം ഓക്സൈഡ് ആണ്. Li2O ആണ് വരിക. ലിഥിയത്തിൻ്റെ സംയോജകത 1, ഓക്സിജൻ്റെ 2. അപ്പോൾ ഓക്സിജൻ്റെ സംയോജകത ലിഥിയത്തിൻ്റെ സഫിക്സിൽ എഴുതി കൊടുക്കുന്നു, അതാണ് Li2. ഇനി ലിഥിയത്തിൻ്റെ സംയോജകത 1 ആണ്, അത് ഓക്സിജൻ്റെ സഫിക്സിൽ കൊടുക്കുക. അപ്പോൾ Li2O എന്ന് കിട്ടും. അടുത്തത് വിലയിരുത്താം എന്നുള്ള സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല.
മൂലകം P അറ്റോമിക് നമ്പർ 9 ആണ്, ഇലക്ട്രോൺ വിന്യാസം 2, 7. മൂലകം Q അറ്റോമിക് നമ്പർ 17, ഇലക്ട്രോൺ വിന്യാസം 2, 8, 7. മൂലകം R അറ്റോമിക് നമ്പർ 10, ഇലക്ട്രോൺ വിന്യാസം 2, 8. മൂലകം S അറ്റോമിക് നമ്പർ 12, ഇലക്ട്രോൺ വിന്യാസം 2, 8, 2. മുകളിൽ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ സ്ഥിരത ഏറ്റവും കൂടിയ മൂലകം ഏത്? ഉത്തരം സാധൂകരിക്കുക. R എന്ന് പറയുന്ന മൂലകമാണ് കൂടുതൽ സ്ഥിരതയുള്ളത്, കാരണം അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റഡ് ആണ് അല്ലേ, 2ഉം 8ഉം. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്, അതിന് സ്ഥിരത കൈവരിച്ചിട്ടുണ്ട്. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന മൂലകം ഏതാണ്? എസ് ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്, അതിനെ വിട്ടുകൊടുക്കുന്നതാണ് എളുപ്പം. ഓക്കെ. എസ് എന്ന മൂലകം പിയുമായി സംയോജിച്ച് ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. sp2 ആണ് അതിൻ്റെ ഉത്തരം. എസിൻ്റെ വാലൻസി 2ഉം പിയുടെ വാലൻസി 1ഉമാണ്. അത് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് sp2 എന്ന ഉത്തരം കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചില മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ നൽകിയിരിക്കുന്നു. ഇവ വിലയിരുത്തി താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ അയോണികമോ സഹസംയോജകമോ എന്ന് കണ്ടെത്തി എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7ൽ താഴെയാണെങ്കിൽ കോവാലൻ ബോണ്ടിങ്ങും 1.7ന് മുകളിലാണെങ്കിൽ അയണിക് ബോണ്ടുമാണ്. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് തന്നിരിക്കുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. അപ്പോൾ 3.5 ആണ് ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ കൂടിയ വാല്യൂവിൽ നിന്ന് കുറഞ്ഞ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. സൾഫറിൻ്റെത് 2.58 ആണ്, നമുക്ക് 0.92 എന്ന് കിട്ടും. അപ്പോൾ ഈ 0.92 എന്ന് പറയുന്നത് 1.7നേക്കാളും ചെറിയ വാല്യൂ ആയതുകൊണ്ട് അത് കോവാലൻ ബോണ്ടിൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്തത് വാട്ടർ ആണ്, H2O. അവിടെയും ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ, 3.5 മൈനസ് 2.2 ഹൈഡ്രജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1.3 എന്ന് കിട്ടും. അതും 1.7നേക്കാട്ടിലും താഴ്ന്ന വാല്യൂ ആയതുകൊണ്ട് അതും കോവാലൻ ബോണ്ടിനൊരു ഉദാഹരണമാണ് വാട്ടറും. അടുത്തത് കാൽഷ്യം ഫ്ലൂറൈഡ് ആണ്, CaF2. 3.98 ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്, -1 എന്നാണ് പറയുന്നത് കാൽഷ്യത്തിൻ്റെ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2.98 എന്ന് കിട്ടും. 1.7നേക്കാട്ടിലും കൂടിയ വാല്യൂ ആയതുകൊണ്ട് അത് അയണിക് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, CO2. 3.5 മൈനസ് 2.5. ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ, നമുക്ക് 1 എന്ന ഉത്തരം കിട്ടും. 1.7നേക്കാട്ടിലും കുറവായതുകൊണ്ട് അത് കോവാലൻ ബോണ്ടിങ്ങിന് എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. തേർഡ് ക്വസ്റ്റ്യൻ, ചില മൂലകങ്ങളും അവയുടെ സംയോജകതകളും നൽകിയിരിക്കുന്നു. മൂലകം ബേരിയം സംയോജകത 2, ക്ലോറിൻ സംയോജകത 1, സിങ്ക് വാലൻസി 2, ഓക്സിജൻ വാലൻസി 2. ബേരിയം ക്ലോറൈഡിൻ്റെ രാസസൂത്രം എഴുതുക. ഇവിടെ ബേരിയത്തിൻ്റെ വാലൻസി 2 ആണ്, ക്ലോറിൻ്റെ വാലൻസി 1. അപ്പോൾ ക്ലോറിൻ്റെ സഫിക്സിൽ ബേരിയത്തിൻ്റെ വാലൻസിയായ 2 എഴുതി കൊടുക്കുക, ബേരിയത്തിൻ്റെ സഫിക്സിൽ ക്ലോറിൻ്റെ വാലൻസിയായ 1 എഴുതി കൊടുക്കുക. അപ്പോൾ BaCl2 എന്ന് കിട്ടും. ഇനി സിങ്ക് ഓക്സൈഡിൻ്റെ രാസസൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ZnO. അപ്പോൾ Znൻ്റെ വാലൻസി 2 ആണ്, ഓക്സിജൻ്റെ വാലൻസിയും 2 തന്നെയാണ്. 2 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ZnO എന്ന് കിട്ടും. ഇനി കാൽഷ്യം ഓക്സൈഡിൻ്റെ രാസസൂത്രം CaO ആണ്. കാൽഷ്യത്തിൻ്റെ സംയോജകത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ കാൽഷ്യത്തിൻ്റെ വാലൻസി അറിയാൻ വയ്യാത്തതുകൊണ്ട് X എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. CaX ആണ് കാൽഷ്യത്തിൻ്റെ വാലൻസിയിൽ എടുത്തിരിക്കുന്നത്, ഓക്സിജൻ്റെത് 2ഉം തങ്ങളിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കാൽഷ്യത്തിൻ്റെ സഫിക്സിലായിട്ട് ഓക്സിജൻ്റെ വാലൻസി എഴുതി കൊടുത്തു, ഓക്സിജൻ്റെ സഫിക്സിലായിട്ട് കാൽഷ്യത്തിൻ്റെ വാലൻസി നമ്മൾ എഴുതി കൊടുത്തു. അപ്പോൾ Ca2O2 എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഈ O2 എന്ന് കൊടുക്കാൻ കാരണം രണ്ടിലെയും കോമൺ ഫാക്ടർ 2 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ CaO എന്ന് പറയുന്ന കെമിക്കൽ ഫോമുല, നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കെമിക്കൽ ഫോമുലയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഓക്സിജന് 2 എന്ന് കൊടുക്കണം. അപ്പോൾ കാൽഷ്യത്തിൻ്റെ വാലൻസി എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ്സോട് കൂടി തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്